നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. മകരം രാശിക്കാർക്കായി, അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കായി 2026 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ പ്രധാന പ്രവചനങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓരോ പുതിയ വർഷം വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സമയങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ വ്യാഴം, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ വലിയ രാശിമാറ്റങ്ങൾ നടക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. മെയ് മാസം 11-ാം തീയതി വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ ശരീരത്തിന് ചില ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പ്രധാനമായും തലവേദനയോ അല്ലെങ്കിൽ കാലുകൾക്ക് വേദനയോ വരാൻ സാധ്യതയുണ്ട്. ഇത് വലിയൊരു രോഗാവസ്ഥയല്ലെങ്കിലും നിങ്ങളുടെ ജോലിയിലോ ദൈനംദിന കാര്യങ്ങളിലോ അല്പം മന്ദതയുണ്ടാക്കാൻ ഇത് കാരണമായേക്കാം. ശരീരത്തിന് വലിയ അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഒരു തളർച്ച അനുഭവപ്പെടാം. ഒന്നും ചെയ്യാൻ തോന്നാത്ത വിധം ഒരു മടി നിങ്ങളെ പിടികൂടിയേക്കാം. നിങ്ങളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി അല്പം കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ തോന്നാനിടയുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കരളിന്റെ കാര്യത്തിലാണ്. എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ, അമിതമായ എരിവ്, ജങ്ക് ഫുഡ് എന്നിവ ഈ 3 മാസം പരമാവധി കുറയ്ക്കണം. ചുരുക്കത്തിൽ അമിതമായ ഉത്കണ്ഠ വേണ്ടെങ്കിലും ഭക്ഷണത്തിലും വിശ്രമത്തിലും അല്പം സ്വയം നിയന്ത്രണം കൊണ്ടുവരുന്നത് ഈ കാലയളവ് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെ കൂടുതൽ ഭാഗ്യമുള്ള സമയമാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനും അത് ഓർത്തുവെക്കാനും ഈ സമയത്ത് എളുപ്പമായിരിക്കും. നിങ്ങൾ നേരത്തെ എഴുതിയ പരീക്ഷകളുടെ ഫലം വരാനിരിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ അത് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന രീതിയിൽ മികച്ചതായിരിക്കും. പുതിയ കോഴ്സുകൾക്ക് ചേരാനോ വിദേശത്തോ മറ്റു പ്രമുഖ കോളേജുകളിലോ അഡ്മിഷൻ ലഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾ ഈ സമയത്ത് ഫലം കാണും. മെയ് മാസം പകുതിയോടെ പഠനത്തിൽ അല്പം താല്പര്യക്കുറവോ മടുപ്പോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചു തീർക്കാൻ പ്രയാസം നേരിട്ടേക്കാം. ഈ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് മാറിപ്പോകാനോ അല്ലെങ്കിൽ ഒരുതരം അലസത അനുഭവപ്പെടാനോ ഇടയുണ്ട്. പഠിച്ചു തീർക്കാനുള്ള ഭാഗങ്ങൾ, പ്രൊജക്ടുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരീക്ഷാ തയ്യാറെടുപ്പുകൾ എന്നിവ മെയ് 14 മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കണം. അവസാന നിമിഷത്തേക്കൊന്നും മാറ്റിവെക്കാതിരുന്നാൽ ഈ മന്ദത നിങ്ങളെ ബാധിക്കില്ല. ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെയുള്ള നല്ല സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ സമയത്ത് 2 രീതിയിൽ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് അതീവ സന്തോഷകരവും സ്നേഹനിർഭരവുമായിരിക്കും. എന്നാൽ മറ്റു ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളെ ചൊല്ലി വലിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. ഒന്നുകിൽ വളരെ നല്ലത് അല്ലെങ്കിൽ അനാവശ്യ വഴക്കുകൾ എന്ന അവസ്ഥയിലായിരിക്കും ഇത്. അതിനാൽ ചെറിയ പിണക്കങ്ങൾ വലിയ വഴക്കുകളിലേക്ക് പോകാതെ നോക്കണം. ഈ രാശിയിലുള്ള പുരുഷന്മാർക്കൊരു പ്രത്യേക നിർദ്ദേശമുണ്ട്. വീട്ടിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ഭർത്താക്കന്മാർ അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നന്നായിരിക്കും. പങ്കാളി പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാനും തർക്കങ്ങളിൽ വിജയിക്കുന്നതിനേക്കാൾ ബന്ധത്തിന് മുൻഗണന നൽകാനും ശ്രമിച്ചാൽ കുടുംബജീവിതം വളരെ സുഗമമായി മുന്നോട്ടു പോകും. ഒരു ചെറിയ വിട്ടുവീഴ്ച വലിയ സമാധാനമാണ് നൽകുക എന്നോർക്കുക. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. മുൻപുണ്ടായിരുന്ന പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഈ സമയത്ത് മാറി വരും. പങ്കാളിയുമായി ചേർന്ന് ദൂരയാത്രകളോ അല്ലെങ്കിൽ ചെറിയ വിനോദയാത്രകളോ പ്ലാൻ ചെയ്യാൻ ഈ സമയം വളരെ അനുയോജ്യമാണ്. ഇത് നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കും. ഒരു പുതിയ വീട് വാങ്ങുന്നതോ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭാവിയിലേക്ക് വേണ്ടിയുള്ള മറ്റ് പ്രധാന തീരുമാനങ്ങളോ എടുക്കാൻ ജൂൺ 2-ന് ശേഷമുള്ള ദിവസങ്ങൾ ഉപയോഗിക്കാം. ചുരുക്കത്തിൽ തുടക്കത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ ജൂൺ മാസത്തോടെ നിങ്ങളുടെ ദാമ്പത്യം കൂടുതൽ മനോഹരമാകും.
ഏപ്രിൽ 19 മുതൽ മെയ് 14 വരെയുള്ള സമയം നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഘട്ടമാണ്. നിങ്ങൾ ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന പ്രമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ് ഈ സമയത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ഫലം കാണും. പുതിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കാനോ നിലവിലുള്ള ജോലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. മെയ് പകുതിയോടെ ജോലിയിൽ ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. പെട്ടെന്ന് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം. ഇത് ശാരീരികമായും മാനസികമായും നിങ്ങളെ അല്പം തളർത്തിയേക്കാം. ഈ സമയത്ത് ഓഫീസിലെ ഗ്രൂപ്പ് വഴക്കുകളിലോ മറ്റൊരാളെ കുറിച്ചുള്ള സംസാരങ്ങളിലോ തലയിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും നിങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചാലും ഒഴിഞ്ഞു മാറുന്നതാണ് ബുദ്ധി. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പേരിനെ ദോഷകരമായി ബാധിച്ചേക്കാം. ജൂൺ 8 തീയതി കഴിയുന്നതോടെ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. ജോലിയിലെ സമ്മർദ്ദമെല്ലാം കുറഞ്ഞ് സമാധാനപരമായ അന്തരീക്ഷം തിരികെ വരും. മുടങ്ങിപ്പോയ ബിസിനസ് ഇടപാടുകൾ പുനരാരംഭിക്കാൻ ഈ സമയം സഹായിക്കും. നിങ്ങളൊരു പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഏപ്രിൽ 14 ശേഷം വരുന്ന അവസരങ്ങൾ അതീവ ശ്രദ്ധയോടെ നോക്കുക. നിങ്ങൾക്ക് അനുയോജ്യമായതും സാമ്പത്തികമായി മെച്ചപ്പെട്ടതുമായ നല്ലൊരു ഓഫർ ഈ കാലയളവിൽ നിങ്ങളെ തേടി വരാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഏപ്രിൽ മുതൽ മെയ് പകുതി വരെ ലഭിക്കുന്ന ഭാഗ്യം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇടയ്ക്കുള്ള ചെറിയ സമ്മർദ്ദങ്ങളിൽ വീഴാതെ നോക്കിയാൽ ജൂൺ പകുതിയോടെ നിങ്ങളുടെ കരിയർ വീണ്ടും ഉന്നതിയിലെത്തും. മകരം രാശിക്കാർക്ക് വരാനിരിക്കുന്ന ഈ 3 മാസങ്ങൾ ഭാഗ്യത്തിന്റെയും കരുതലിന്റെയും സമ്മിശ്രമായ കാലഘട്ടമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലെ കരിയറിലെയും പഠനത്തിലെയും അനുകൂലമായ മാറ്റങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.